ഉത്സവങ്ങളും പെരുന്നാളുകളും എന്നും എന്നെ ഒരുപാട് പിന്നിലേക്ക് നടത്താറുണ്ട് ഓർമ്മകളെ. പണ്ട് ഏത് ഉത്സവമുണ്ടെങ്കിലും ഞങ്ങൾ മിസ്സാക്കാറില്ല. കാരണം അന്നൊക്കെ അച്ഛൻ ഉത്സവപ്പറമ്പുകളിൽ കടല കച്ചവടത്തിന് പോകുമായിരുന്നു. കൂടെ ഞങ്ങളും കൂടും. അച്ഛനും ആങ്ങളയും നേരത്തെ പോകും. ഞാനും ചേച്ചിയും ജോലി കഴിഞ്ഞ് വരുന്ന അമ്മയെയും കൂട്ടി താമസിച്ചേ പോകാറുള്ളൂ. ബാലൻപിള്ള സിറ്റി അമ്പലത്തിലെ ഉത്സവമാണ് ശരിക്കും ഓർമ്മയിൽ നിൽക്കുന്നത്. അച്ഛൻ അവിടെ കടലയൊക്കെ വിറ്റ് നിൽക്കുമ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ്, അതെൻ്റെ അച്ഛനല്ലേ എന്നോർത്തിട്ട്. അച്ഛൻ പണി കഴിഞ്ഞുള്ള സമയത്താണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഇടക്കാലം കൊണ്ട് കടലക്കച്ചവടം ഇല്ലായിരുന്നെങ്കിലും കഴിഞ്ഞ ഉത്സവത്തിന് അച്ഛൻ പിന്നെയും കടലക്കച്ചവടം തുടങ്ങി. പണ്ടൊക്കെ മറ്റു വീടുകളിൽ നിന്നാണ് കടലക്കച്ചവടത്തിന് ആവശ്യമായ പേപ്പറുകൾ അച്ഛൻ വാങ്ങിയിരുന്നത്. എന്നാൽ ഇത്തവണ ശരിക്കും എന്നെ ദേഷ്യം പിടിപ്പിച്ച് പ്രവൃത്തിയാണ് ചെയ്തത്. പഠനമൊക്കെ പണ്ടേ ഉപേക്ഷിച്ചെങ്കിലും ബുക്കുകൾ സൂക്ഷിച്ചു വെക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഓരോ തവണ വീട്ടിൽ ചെല്ലുമ്പോഴും എനിക്ക് ഈ ബുക്കുകൾ എടുത്തു നോക്കുന്നത് ശീലമാണ്. കുറച്ച് ദിവസം മുൻപ് അങ്ങനെ ബുക്ക് നോക്കിയ എനിക്ക് ഒന്നും കിട്ടിയില്ല. പിന്നെയല്ലേ മനസ്സിലായത് അച്ഛൻ അതെല്ലാം കടല കച്ചവടത്തിന് കൊണ്ടുപോയി എന്ന്. അന്ന് ഞാൻ കുറേ കരഞ്ഞു, ദേഷ്യപ്പെട്ടു, വഴക്കുണ്ടാക്കി, പിന്നെ ക്ഷമിച്ചു. എന്നാലും എൻ്റെ ബുക്കുകൾ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടം തോന്നാറുണ്ട്. കാരണം ആ ബുക്കുകളിലുള്ളത് എൻ്റെ ഓർമ്മയാണ്. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു, ആ ബുക്കുകൾ, അതിലെ പാഠഭാഗങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്നത് ഉത്സവക്കാലമാണ്. എന്ത് രസമായിരുന്നു ആ